ഒന്നുകൂടെ നിൽക്കണേ ദൈവമേ. ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയതാണ്, ഛർദ്ദിക്കാൻ പോയിരിക്കുകയാണ്. എടി അവിടെ നിന്ന് എടി ചിരിക്കലേക്ക് ടേക്ക് നമ്പർ 30. കിട്ടാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവനെ കിട്ടാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് സീരീസ്. സെക്സി ആയിട്ട് നിൽക്കണതാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്, ഇന്ന് വർക്കില്ല. എല്ലാ സാറ്റർഡേ സൺഡേയും ഹോളിഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സാറ്റർഡേ സൺഡേസാണ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇന്നങ്ങനെ ഒരു ഷൂട്ട് ദിവസമാണ്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. 2 ഷോട്ട് എടുത്താൽ പിന്നെ കുറച്ച് നേരം കിടക്കണം, ഒന്ന് പോയി ഛർദ്ദിക്കണം, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷൂട്ട് സാറ്റർഡേ തീർക്കും, സൺഡേ എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കും. ഞാൻ പുതിയൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന. അപ്പോൾ അത് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഈ സംസാരമൊക്കെ. ഓ ശരി, അത് അങ്ങോട്ട് വെച്ചു. ആ ഇപ്പം നല്ല വെട്ടായി. ആ അപ്പോൾ നമ്മളെന്താ പറഞ്ഞോണ്ട് ലൂസുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം ഇപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യുന്നതിലപ്പുറമായിട്ടുണ്ട്. എന്താവും എന്നുള്ളത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അറിയാം. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞങ്ങൾ കിൻഡറിലൊരു ഇനോഗ്രേഷന് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു പിടിച്ചതാണ്. അതിൻ്റെ ശീലമായി പോയതാ. എന്തിനാ പിടിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നുമില്ല. എന്തോ പ്രഗ്നൻ്റാന്ന് പറഞ്ഞതിന് ശേഷം കൈ ഇവിടെ തന്നെയാണ് ഇപ്പോൾ. അതിന് ആൾക്കാർ എന്ത് തെറിവിളിയാണ് അറിയാം. വീഡിയോക്കകത്ത് വായിച്ചിട്ട് ഡിപ്രഷനായിപ്പോയി. ഇത് വീണ്ടും അനങ്ങുന്നുണ്ട്. ഇക്കു വരൂ, ഇക്കു ചിരിക്കുന്നതാണ് എല്ലാവർക്കും കാണേണ്ടത്. ഓ ഒന്നുകൂടെ നിൽക്കണേ ദൈവമേ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇന്ന് കുറച്ച് അലമ്പാണ്. ഇന്നിപ്പോൾ ഫുൾ റെഡി ആവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ അലമ്പായിരിക്കും. ഇതാണ് എൻ്റെ ഭർത്താവ്. നീ ഇത് കാണിച്ചോളൂ, കാൽ പൊക്കൂ, ഇവിടെ കയറിക്ക്. ഇത് എൻ്റെ പാൻ്റാണ്. കുറച്ച് കാലമായിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ പാൻറ്, എൻ്റെ വാച്ച് വേറെ ഒന്നും ഫിറ്റ് ആവാത്തോണ്ട്, എന്റെ വാച്ച്, എന്റെ പാന്റ് ഒക്കെയാണ് ഇടുന്നത്. ഷൂട്ടിന്റെ സമയത്ത് ക്യാമറ കിട്ടില്ലായിരിക്കും. കുറച്ച് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല കോമഡിയാണ്. എല്ലാവരും ഡയലോഗ് തെറ്റിച്ച് പറഞ്ഞ് നിങ്ങൾ കാണുന്ന 1 സെക്കൻഡിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 5-6 മിനിറ്റ് 10-15 മിനിറ്റ് വെച്ചെടുക്കണം. എനിവേ നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറടിയായി. ആദ്യമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു ബുക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. ഇത് ആദ്യമായിട്ട് വർക്കല പോയതാണ്, സോളോ ട്രിപ്പ്. ഒറ്റയ്ക്ക് പോയി. വീട്ടിൽ കുറേ പ്രശ്നമായി, എങ്കിലും ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജയ്പൂരും ഒറ്റയ്ക്ക് പോയായിരുന്നു. അതൊക്കെ ഇങ്ങനെ മെമ്മറീസ് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മലേഷ്യ പോയത് എഴുതിയിട്ടില്ല, നാളെ അത് ചെയ്യണം. ഇതിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഈ സാധനം എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ നമ്മളെ പഴയ മെമ്മറീസിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളെ ക്യാമറമാനും വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാമറമാനും. ഇവനെ തന്നെ വിളിക്കുന്നത് AK എന്നാണ്. പക്ഷേ AK എന്നുള്ളത് ഇവൻ്റെ പേരല്ല, പേരിൻ്റെ ബാക്കിയാണ്. നാളെ വയ്യാൻ ബാ പേടിപ്പിക്കുവാണ് ഡയറക്ടർ ക്യാമറമാനെ. സ്ക്രിപ്റ്റ് വായിച്ചോ, വായിച്ചൊക്കെ സമ്മറി പറയാതൊക്കെ. ആരെ പാന്റ്? ഇത് എന്റെ പാന്റ്. ഇത് അതിന്റെ ബ്ലാക്ക്. അതിൽ കറിയുണ്ട്. ഈ സൈഡിൽ ഈ മുട്ടുകാലിന്റെ അവിടെ. അതിന്റെ എല്ലാ ഡ്രസ്സിനും കറിയും. തീർത്തു. അങ്ങനെ അവളിപ്പോൾ പറയുന്നു. ശാരിക്കൊരു പാവം തോന്നുന്നു. അതാണ് ഇപ്പോഴത്തെ ഛർദിക്കുന്ന ബക്കറ്റ് മാറ്റി. ഛർദി ബക്കറ്റ്
ഷൂട്ടിൻ്റെ ഇടയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയതാണ്, ഛർദ്ദിക്കാൻ പോയിരിക്കുകയാണ്. കുഞ്ഞേ നോക്കിയേ, അതിനിടയിലൊരു ഛർദിൽ വന്ന്. ഏക്കയുടെ ഐഡിയ ആയിരുന്നു ഇതും വീഡിയോയിലെടുക്കാൻ. ഓ പോയി, സൗണ്ട് വന്നു, നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ കോമഡി ആയിട്ട് ആൾക്കാർ നല്ല തെറി വിളിക്കും എന്നെ. അവൾ ഛർദ്ദിക്കുന്നു, ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. ഇത് കണ്ട് ശീലമായതുകൊണ്ട് വലിച്ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. കാട്ടിയാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വാപ്പച്ചി കൊച്ചി പോയി കാട്ടിയ മേടിച്ചോളൂ, ഡബ്ബ എഴുതി തിന്നുക. ബാ ഷൂട്ട് ചെയ്യാൻ ബാക്കി ഡയലോഗ് പഠിച്ചു നോക്കി നോക്കി പറയാം. ഫുൾ വെള്ളിയായിരിക്കും അല്ലേ? ആയ കാലത്ത് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയത്. ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും 4 സ്റ്റാർ അക്കോമഡേഷനും എല്ലാം. ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും 4 സ്റ്റാർ അക്കോമഡേഷനും എല്ലാ നേരത്തെ ഫുഡും പ്രൈവറ്റ് ട്രാൻസ്ഫറും എല്ലാ എൻട്രി ടിക്കറ്റ്സും പിന്നെ ഗൈഡും അത് പിന്നെ ബാലിസിംഗ് ഉൾപ്പെടെ എല്ലാം ഇതിലുൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ആക്ടിവിറ്റിയും ഉൾപ്പെടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കാശ് കൊടുത്താൽ മാത്രം മതി, ബാക്കി ട്രിപ്സ് നോക്കിക്കോളും. കൂടാണ്ട് ബാലിസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കാശ് കൊടുത്താൽ മാത്രം മതി, ബാക്കി ട്രിപ്സ് നോക്കിക്കോളും. ട്രിപ്സ് പോയി പോവാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ വാ. ഈ കാശിന് 2 രാജ്യമൊക്കെ കാണാൻ പറ്റുമോ? ട്രൈപ്സ് വഴി പോവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയൊക്കെ എടുക്കണ്ടേ? വേണ്ട, ഫ്ലൈറ്റ് ഞാനല്ല, നീ കഴിഞ്ഞ് പറയണ്ട. വേണ്ട, അതെന്താന്ന് ചോദിക്കണം. ഓ സോറി, ഞാനല്ല തെറ്റിക്കണത്, പുതിയ വിള തെറ്റിക്കണം. എന്നിട്ട് എന്റെ തലയിൽ അടിച്ചമർത്തപ്പെടുത്തണേ. ഈ കാശിനൊക്കെ 2 കൺട്രി പോയി വരാൻ പറ്റുമോ? ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും. ഇവള് ഇവിടെ കിടന്ന് ചിരിക്കണെന്ന് പണ്ടാരോ. തെറ്റിക്കല്ലേ എന്നാ? നീ വീഡിയോ എടുക്കണ്ട, വീഡിയോ അവിടെ എവിടെയെങ്കിലും വെച്ച് എന്നിട്ട് ഇതിൽ നോക്കി അതിൽ നോക്കിയൊക്കെ എന്നാ നീ ഇത് ഞാൻ പുഷ്പം പോലെ പറയാം. ഫ്ലൈറ്റ് ടിക്കറ്റും അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സും വിസയും 4 സ്റ്റാർ അക്കോമഡേഷനും എല്ലാ പ്രൈവറ്റ് ട്രാൻസ്ഫറും എല്ലാ നേരത്തെ ഫുഡും പിന്നെ ഒന്നര പോവാം. ഓക്കെ ഓക്കെ എടി അവിടെ നിന്ന് എടി പോലെ പോലെ വരച്ചിരിക്കില്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റും എടി ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും 4 സ്റ്റാർ അക്കോമഡേഷൻ എല്ലാ നേരത്തെ ഫുഡും എല്ലാ പ്രൈവറ്റ് ട്രാൻസ്ഫറും പിന്നെ എല്ലാ എൻട്രി ടിക്കറ്റ്സും അതും പിന്നെ നമുക്ക് കഴിയുന്നത് അത് കൂടാണ്ട് ബാലിസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഓക്കെ ഓക്കെ അതുകൂടാണ്ട് ബാലിസിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ. പിന്നെ എല്ലാ സ്ഥലത്തും പിന്നെ എല്ലായിടത്തും ബാഗേജ് 7 കിലോഗ്രാം ആണ്, പക്ഷെ ഇവിടെ 20 കിലോഗ്രാം ആണ്. ക്യാമറ പിടിച്ചിട്ടിരിക്കണേ. ഓക്കെ ഓക്കെ മിണ്ടല്ലേ. പിന്നെ എല്ലായിടത്തും ബാഗേജ് പിന്നെ എല്ലായിടത്തും ബാഗേജ് 7 കിലോഗ്രാം വരും. ഇവിടെ 20 കിലോഗ്രാം കൊണ്ടാൻ പറ്റും. ടേക്ക് നമ്പർ 30. വലിയ പാർട്ട് പെറ്റു. ഇത് എനിക്ക് പ്രൊമോഷൻസ് പറയുന്നവിടെ മാത്രമല്ല, ബാക്കിയുള്ളിടത്ത് ഞാൻ പുലിയാ അഭിനയിച്ച് തകർക്കും. അതുകൊണ്ട് ഇപ്പൊ കഥയിൽ പ്രൊമോഷൻസ് കറക്റ്റ് ആയിട്ടുണ്ട്, തലേ വെച്ച് തരാറുണ്ട്. ലിപ്സ്റ്റിക്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയി ഗൈസ്. പ്രൊമോഷനൊക്കെ തീർന്നു. ഫുഡ് ഞാൻ കാണിച്ചതാ. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 എപ്പിസോഡ് അടുത്തെടുക്കാനുണ്ട്. 3 എപ്പിസോഡ് 1 മിനിറ്റ് 1.5 മിനിറ്റ്സ് ആയിരിക്കും. ഇതാണ് ഫുഡ്. ദിസ് ഇസ് സിദ്ദീഖ്സ് ബിരിയാണി. കൊച്ചി കിട്ടണ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി. ഇത് ഞങ്ങളുടെ ചേച്ചി ഉഷ് ചേച്ചി ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്ര ആരോഗ്യവാന്മാരെയും മുന്നോട്ട് പോകുന്നത്. എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ റെഡി ആവുകയാണ്. അവനൊരു ഫുഡൊക്കെ കഴിക്കും. പിന്നെ 2-3 ദിവസമായി ഡിപ്രഷൻ ആയതുകൊണ്ട് കുറച്ചധികം കഴിക്കാറില്ല. എൻ്റെ ഫുഡ് ഞാൻ കാണിച്ചേക്കാം.
ഇത് ടക്കിത്തോസിലൊരു റൈസ് ബോളാണ്. ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ രാജ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് കുറച്ച് ഹെൽത്തി ആയിട്ട് ചീറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ കഴിക്കാറ്. കഥാനായകൻ എന്താണ് സംസാരിക്കാനുള്ളത്? എനിക്കോ ഇച്ചിരി ഹെക്റ്റിക്കാണ്, ഇന്ന് കുറച്ച് പാടുപെടും. ബിരിയാണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബിരിയാണി നല്ല ബിരിയാണി, സിദ്ദീഖ് ബിരിയാണിയാണ് എനിക്ക് കൊച്ചിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി. ഭംഗിയുള്ളവരെ മാത്രമേ വായി നോക്കൂ. നീ എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകളെ സംസാരിക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞത്? ഭംഗിയുള്ളവരെ മാത്രമേ വായി നോക്കൂ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നത്. ക്യാമറയിൽ ലൈറ്റ് ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോഴും പിന്നെന്തിനാ എന്നെ വായി നോക്കിയേ? നീയാണ് എന്നെ വായി നോക്കിയത്. എനിക്ക് മെസ്സേജ് അയച്ചാരാ? അത് ഞാനാണ്. എന്തിനാ റിപ്ലൈ ചെയ്തത്? ഞാൻ വിരാട് കോഹ്ലിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, MS ധോണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവരാർക്കും റിപ്ലൈ ചെയ്തിട്ടില്ല. വിരാട് കോഹ്ലിനെ MS ധോണിനെ വെച്ചാണ് എന്നെ നീ കമ്പയർ ചെയ്യണമെങ്കിൽ അല്ല, ഞാൻ എനിക്കൊന്നും പറയാനില്ല. ഡ്രസ് മാറ്റി ബാ. പിന്നെ എന്തിനെന്നെ വായി വാപ്പിച്ച് വണ്ടി വിടാൻ പോയി വാപ്പിച്ചിനെ ഞാൻ തിരിച്ചു വിളിച്ച് എടുത്തതാണ് ഒന്ന് അഭിനയിക്കാൻ വരാം. പിന്നെ എന്തിനെന്നെ വായി നോക്കി എന്നുള്ളത് നിന്നെ വായി നോക്കിയൊന്നുമില്ല, നീ എന്നെ വളച്ചതാ. വളച്ചത് എന്റെ പാൻറ്റൂരി വെച്ച നമ്മളെ ഫസ്റ്റ് ഷൂട്ട് ആക്ച്വലി കഴിഞ്ഞു. സെക്കൻഡ് ഷൂട്ട് വേണമെങ്കിൽ നാളെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തീർത്താൽ നാളെ ഫുൾ ഡേ. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതൊരു സ്റ്റോറി ടൈപ്പാണ്. അപ്പോൾ ഒരു കുറച്ചധികം സീരീസാണ്. അപ്പോൾ കുറച്ചധികം സമയം ഉണ്ടാവും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അറിയില്ല. ഇങ്ങോട്ട് വരൂ. ക്യൂട്ടായോ? ചെറുതായോ? ഞങ്ങളധികം ചെറിയ പിള്ളേരെ പോലെ സംസാരിക്കാം. ആൾക്കാരൊക്കെ പറയും റിലേഷൻഷിപ്പിൽ നമ്മൾ മെച്ചോർഡ് ആവണം. എന്നാൽ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാ. റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ചെറിയ പിള്ളേരെ പോലെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റണം. ഇവിടെ ചോറൊക്കെ തിന്ന് സീനായിട്ടിരിക്കണേ. പാപ്പച്ചോടെ ഡയലോഗ് പഠിച്ച് സീന സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അച്ഛനെ ഒന്ന് പഠിപ്പിച്ചോണ്ടതാണ്. ബിരിയാണി എന്നിട്ട് പണിയെടുക്കാൻ അയ്യോ പാപ്പച്ചക്ക് മൈക്ക് കൊടുത്തില്ല. ആ മൈക്ക് എടുത്ത് കൊടുത്തേ കുഞ്ഞവിടുന്ന്. അവിടെ ആ മേശപ്പുറത്തിരിക്കണ്ട്. പിന്നെ അവന് വെളിച്ചം വന്നപ്പോ അവന് പറ്റണല്ലോ. അവന് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഞാൻ പറയുന്ന ചെക്കനെ കെട്ടാൻ വേണ്ടി മാത്രമാണ് കെട്ടാൻ വേണ്ടി മാത്രല്ല കെട്ടാൻ പറ്റുക. ഞാൻ പറയുന്ന ചെക്കനെ കെട്ടാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി. വാപ്പിച്ചിയുടെ ഐഡിയയില് പറഞ്ഞത് ഫസ്റ്റത്തെ ഡയലോഗ് അറിയാലോ. ഞാൻ പറയുന്ന ഒരുപാട് റിഹേഴ്സൽ എടുക്കണ്ട. റിഹേഴ്സൽ എടുത്ത കുളമാക്കും. ഫസ്റ്റ് തന്നെ ഇത് കലിപ്പിലുണ്ടോ വയറിലോട്ട് താഴോട്ട് കിടന്നാൽ മതി. ഒറ്റ താഴോട്ട് അറിയില്ല. എന്നിട്ട് മറ്റേ ഡയലോഗ്. ഞാൻ പറയുന്ന ചെക്കനെ കെട്ടാൻ വേണ്ടി മാത്രമാണ് കെട്ടാൻ വേണ്ടി കെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറയുന്ന ചെക്കനെ കെട്ടാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. പ്രേമൊക്കെ ഗേറ്റ് പുറത്ത്. ഫസ്റ്റത്തെ ഡയലോഗ് അതല്ലായിരുന്നു. ഫസ്റ്റത്തെ ഡയലോഗ് എന്താ? ഫസ്റ്റത്തെ ഡയലോഗ് ഞാൻ പറയുന്ന അല്ലല്ല, അത് ലാസ്റ്റത്തെ ആദ്യത്തെ ഡയലോഗ് എന്താ? ഇവനെ കെട്ടാൻ പ്ലാനാണെങ്കിൽ കറക്റ്റായിട്ട് പറ. ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശം. ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശം. ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല. നടക്കൂല. തിയേറ്റർ ആർട്ടിസ്റ്റ് വളർന്നു. ഇവനെ കെട്ടാനാണ് നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കൂല. ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇറങ്ങിക്കോ. ഇവനെ കെട്ടാൻ ഉദ്ദേശം ഇവനെ കെട്ടാനാണ് നിന്റെ ഉദ്ദേശമാണെങ്കിൽ ഇറങ്ങിക്കോ. ഉദ്ദേശം പുറത്ത് ഉദ്ദേശമെങ്കിൽ കുറച്ചും കൂടി കൽപ്പിച്ചു തർപ്പിച്ചു വാപ്പച്ചി. ഇതിപ്പോ പഠിച്ചു പറയണ പോലെയുണ്ട്. ഇങ്ങനെ വാപ്പച്ചിന്റെ രീതിയിലാക്കിട്ട് റെഡി. ഒന്നെടുത്തോ ബാഗ് വാപ്പച്ചെടുത്തോ. നീ എടുക്കണ്ട വാപ്പച്ചെടുത്തോ. ദേഷ്യത്തിലിറങ്ങോ താഴോട്ട്. കല്യാണമല്ല, കെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ആദ്യം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയണത് മറ്റേ ഡയലോഗ്. ഇവനെ കെട്ടാനാ നിന്റെ പ്ലാനെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അല്ല ആയിട്ടില്ല, റെഡി. ആക്ഷൻ പറയും. റോളിംഗ്
ഇവരെ കെട്ടാൻ എനിക്ക് ഉദ്ദേശം അറിയില്ല. പ്രേമത്തിന് പുറത്ത് പിന്നെ ഞാൻ പറയുന്ന പയ്യനെ കെട്ടാ റെഡി ഗൈസ്. എന്നെ ചൂണ്ടിക്കാണിക്കണേ. വാശി വെള്ളം മൊത്തം നോക്കണം ആദ്യം. അത് എറിയുമ്പോ എന്നിട്ട് എന്റെ അടുത്തേക്ക് ആക്ഷൻ. ഇവനെ കെട്ടാണ് നിന്റെ ഉദ്ദേശം എങ്കിൽ ഇവിടെ അറിയിക്കോ. ഒന്നുകൂടി കട്ട് ഒന്നുകൂടി പറഞ്ഞു. ഇവിടെ വാപ്പിച്ച് ഞാൻ പറയുന്നത് ചെക്കനെ കെട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കെട്ടാൻ പറ്റുമെങ്കിൽ മാത്രം. ഇവിടെ മിക്കവാറും എല്ലാവരും കിടന്ന് ഉറങ്ങണായിരിക്കും. എല്ലാവരും പണിക്ക് പോയിക്കണായിരിക്കും. ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ്. ഞങ്ങള് ഇപ്പുറത്ത് ഞങ്ങളുടെ ഒരു ഹോസ്റ്റലുണ്ട് ചേച്ചി, മൈനാലി ചേട്ടൻ്റെ. അവിടെ വന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഭയങ്കര വെയില്. പറ്റുമെങ്കിൽ മാത്രം. ഞാൻ പറയുന്നത് ചെക്കനെ കെട്ടാൻ പറ്റുമെങ്കിൽ മാത്രം. വാപ്പച്ചിയുടെ സ്നേഹം ഉപ്പിട്ട നാരങ്ങ വെള്ളം കലക്കി തരും. അങ്ങനെ നമ്മൾ അടുത്ത ഷോട്ടൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്നിരിക്കുന്നതാണ്. വന്ന് ഞങ്ങളൊരു ചായ അടിച്ചു. ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചാണ്. ഇപ്പോൾ ഷോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. റിലീസിന് മുന്നേ ഷോട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊല്ലും. ഇത് നമ്മളെ കാക്കനാടുള്ളൊരു സ്ഥലമാണ്. സ്റ്റോറി ബോക്സ്. ഭയങ്കര ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പ്. ഒരുപാട് ചെറുകടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കാപ്പി കുടിക്കണം. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്തു. എനിക്ക് ഭയങ്കര ചെലവാണ്. ചായ കുടിക്കണം, കാപ്പി കുടിക്കണം. ഞങ്ങളിനി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റിലോട്ട് പോവാം. അവിടെയാണ് ബാക്കി അവൻ്റെ ബാച്ചിലേഴ്സ് ഫ്ലാറ്റ്. കുറച്ച് അലമ്പായിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു ആംബിയൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അങ്ങനത്തെ ഒരു ആംബിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലാറ്റ് ഉറപ്പായിട്ട് അടിപൊളിയാണ്. ഈ മലക്കാട്ടോ ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 ദിവസമൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യട്ടാ. ഓക്കെ ബൈ. ഓക്കെ കാഷ്വലായിട്ട് നീ കൂട്ടുകാരോട് പറയണ പോലെ പറഞ്ഞാൽ മതി. ആക്ഷൻ. ഞങ്ങൾ ഒരു കല്യാണത്തിനാണ്. ഇപ്പൊ 2 ദിവസത്തേക്ക് ഞങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എടാന്ന് വിളിച്ചോ. എടാ ഞങ്ങളെ ഒരു കല്യാണത്തിനാണ്. സമയം 7:54. നല്ല ടയർഡായി. കാലിന് 2 നല്ല വേദന. ഉള്ളിൽ തീർന്നുമില്ല. അതുകൊണ്ട് നാളെ ഉണ്ടാവും. എനിക്കാണ് തുമ്മല്. ഇപ്പോൾ തുമ്മി ഒരു വഴിയായി. പിന്നെ ലാസ്റ്റ് തുമ്മലിനുള്ളൊരു മരുന്നുണ്ട്, അതടിച്ചു. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തുപ്പി നടക്കുക. അങ്ങനെ മൊത്തത്തിൽ നല്ല ക്ഷീണമായി. ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി. സോറി ഗർഭമില്ലാത്ത ഇന്ന് ഏണ. ഞാൻ ബാക്കി കൂടെ ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊട്ടും വയ്യ. എന്റെ സമാധാനം ഇങ്ങനെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്നേക്കാം. ഞങ്ങൾ നേരത്തെ ചായ ചെറിയ സ്ഥലത്ത് വന്നേക്കണം. ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇവരിവിടെ പരിപാടിയൊക്കെ നടത്തുന്ന സ്പേസ് ഉണ്ട്. ഭയങ്കര നൈസ്. പ്രൊമോഷൻ അല്ല കേട്ടോ. നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതാന്ന് എപ്പോഴും പറയും. ഇഷ്ടപ്പെട്ട പറഞ്ഞു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും രാഹുൽ എന്തോ പറയുന്നു, വിമർശനങ്ങളും രേഖപ്പെടുത്തുക. ഇഷ്ടമുള്ളതും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. എന്നാ ശരി. ബൈ.